സീറ്റ് ചർച്ച വൈകുന്നതിനെ ചൊല്ലി അതൃപ്തിയുമായി ഇടതുമുന്നണിയിലെ ചെറു പാർട്ടികൾ സിപിഐ, കേരള കോൺഗ്രസ് എം പാർട്ടികളുമായി മാത്രം ചർച്ച നടത്തിയതും സീറ്റ് വിഭജനത്തിൽ പ്രാഥമിക ധാരണയിൽ പോലും എത്താത്തതുമാണ് ചെറുപാർട്ടികളുടെ അതൃപ്തിക്ക് കാരണം. മത്സരിക്കാൻ താൽപര്യമുള്ള മുതിർന്ന നേതാക്കളാണ് നീരസം പ്രകടമാക്കിയത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം അടുത്തിരിക്കെ പൂർണ്ണ തോതിലുള്ള മുന്നണി യോഗം ചേർന്ന സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് LDF കടന്നിട്ടില്ല. കഴിഞ്ഞ LDF യോഗത്തിൽ വികസന ജാഥയുടെ വിജയം മാത്രമാണ് ചർച്ചയായത്. സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടന്നില്ലെങ്കിലും ഘടകകക്ഷികൾ കൂടുതൽ സീറ്റുകൾ ചോദിക്കരുതെന്ന് LDF കൺവീനർ താക്കീതും ചെയ്തു. മൂന്നാം LDF സർക്കാർ വരുമെന്ന പ്രചാരണം ശക്തമായതോടെ പല മുതിർന്ന നേതാക്കൾക്കും മത്സരിക്കാൻ താൽപര്യമുണ്ട്. RJD നേതാവ് ശ്രേയംസ് കുമാറിന് കൽപ്പറ്റയിലാണ് കണ്ണ്. വയനാട്ടിലെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വോട്ടാകുമെന്നും ജയിച്ചാൽ മന്ത്രിയാകാമെന്നുമാണ് കണക്കുകൂട്ടൽ. എന്നാൽ സീറ്റ് ധാരണയാകാത്തതിനാൽ കമ്മിറ്റി വിളിക്കാനോ തുടർ ചർച്ചകൾ നടത്താനോ സാധിക്കുന്നില്ല. കൂത്തുപറമ്പ് സീറ്റ് CPIM തിരിച്ചെടുക്കുമെന്ന സൂചനകളുണ്ടെങ്കിലും ഇതിലും തീരുമാനമായില്ല. കൂടുതൽ സീറ്റുകൾ എന്ന ആവശ്യം തള്ളപ്പെട്ടു. INL-ന് കഴിഞ്ഞ തവണ ലഭിച്ച സീറ്റുകൾ നിലനിർത്താനാകുമോ എന്ന ആശങ്കയുണ്ട്. ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂറിന് മത്സരിക്കാൻ താൽപര്യമുണ്ടെങ്കിലും വിജയസാധ്യതയുള്ള സീറ്റ് ലഭിക്കുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. ഇത്തവണ K കൃഷ്ണൻകുട്ടിക്ക് പകരം മാത്യു T തോമസിന് ഒരു തവണ കൂടി മന്ത്രിസ്ഥാനം നൽകണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിലുണ്ട്. എന്നാൽ ജയസാധ്യതയുള്ള എത്ര സീറ്റുകൾ ലഭിക്കുമെന്ന കാര്യത്തിൽ അവർക്കും വ്യക്തതയില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയാൽ മേൽക്കൈ നഷ്ടപ്പെടുമെന്ന ഭീതിയും ഘടകകക്ഷികൾക്കുണ്ട്. അതിനാൽ എത്രയും വേഗം സീറ്റ് ചർച്ചകൾ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട മുന്നണി കൺവീനറെ സമീപിക്കാനാണ് നേതാക്കളുടെ തീരുമാനം. ന്യൂസ് മലയാളം, കോഴിക്കോട്.